പക്ഷെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നോക്കൂ, നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ എനിക്ക് സൂക്ക് കാണിച്ചു തന്നാൽ മതി, അങ്ങാടി. സഅദ് ബിൻ റബീഇന് വേണ്ടി അദ്ദേഹം നന്നായി ദുആ ചെയ്തു. സൂക്ക് കണ്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പോയി ആദ്യ ദിനം സൂക്കിൽ ഇടപാട് നടത്തി. ഒന്നുമില്ല, പോയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഈ അഖീത്ത് പാൽക്കട്ടിയും ചില ഭക്ഷ്യവസ്തുക്കളും വാങ്ങി വന്നു എന്നാണ്. ഇടപാട് നടത്തിയിട്ട് ആദ്യത്തെ അദ്ദേഹത്തിന്റെ വരുമാനം അതാ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം വരുമ്പണ്ട് മുഖത്ത് ചമയങ്ങളുടെ ഒരു അടയാളം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ കണ്ട മഹിയം അത്ഭുതത്തിൽ ഇതെന്താണെന്ന് ചോദിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ മുഖത്ത് ചില ചമയങ്ങളുടെ അടയാളങ്ങൾ. ഈ വർണ്ണങ്ങളൊക്കെ പെണ്ണുങ്ങൾക്കല്ലേ, ആണുങ്ങൾക്കില്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ കവിളിലൊക്കെ ഇങ്ങനെ ഈ കളറ് കണ്ടപ്പോ മഹിയം. അപ്പൊ അദ്ദേഹം പറയുന്നത്, റസൂലെ, ഞാൻ തസവ്വജ്തു, ഞാൻ വിവാഹം കഴിച്ചു. സഅദ് ബിൻ റബീഇന്റെ ഭാര്യനെ അദ്ദേഹം സ്വീകരിച്ചില്ല. അദ്ദേഹം സൂക്കിൽ ചെന്ന് അധ്വാനിച്ചിട്ട് സമ്പാദിച്ചിട്ട് കല്യാണം കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ അവർക്ക് മഹർ കൊടുത്തത്? അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഒരു തൂക്കം സ്വർണമാണ് കൊടുത്തതെന്ന് പറയുന്നത്. അപ്പോഴാണ് റസൂൽ പറഞ്ഞത്, ഔലി വലോ ബിശാത്ത്, ഒരാടിനെ അറുത്തിട്ടെങ്കിലും വലീമ നൽകാൻ പറഞ്ഞത് അവിടെയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നോക്കണം, ഹിജ്റ വന്നപ്പോ അദ്ദേഹത്തിന്റെ അവസ്ഥയാണ് ശൂന്യ കൈകളുമായിട്ട് ഹിജ്റ വന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അദ്ദേഹത്തിന്റെ അധ്വാനങ്ങൾ, പരിശ്രമങ്ങൾ, പിൽക്കാലത്ത് അദ്ദേഹം ആരായി? സഹാബികളിൽ അദ്ദേഹം വലിയ ധനികനായി മാറി. ആ സമ്പത്ത് മുഴുവൻ നോക്കണം, ഈ ആയുസിൽ അദ്ദേഹം വിനിയോഗിച്ചത് ആർക്ക് വേണ്ടിയാ? അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ 40,000 ദിർഹം അദ്ദേഹം ദാനം ചെയ്ത ചരിത്രമുണ്ട്. 500 കുതിരകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആളുകൾക്ക് ജിഹാദിനും ഹജ്ജിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സബീൽ ചെയ്തത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലുണ്ട്. വേറെ 500 കുതിരകളല്ലാത്ത റാഹിലത്തുകൾ, വാഹനങ്ങൾ, അദ്ദേഹം ഒട്ടകങ്ങളും മറ്റൊക്കെ അദ്ദേഹം സബീലായി നൽകിയ ചരിത്രമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരു വീട് വിറ്റു. ആ വീടിന് 40,000 പണത്തിനാണ് അദ്ദേഹത്തിന്റെ വീട് വിറ്റത്. അത്രമേൽ അദ്ദേഹം എന്ത് ചെയ്തു? കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറും ഏറിയിടും. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു യർബു സദഖാത്ത്, ദാനധർമ്മങ്ങൾ അള്ളാഹു പോഷിപ്പിക്കും, വളർത്തും. യംഹഖുല്ലാഹു റിബ, പലിശയെ അള്ളാഹുക്ക് എടുത്തു. പക്ഷെ വയർബു സദഖാത്ത്, ദാനധർമ്മങ്ങൾ അള്ളാഹു പോഷിപ്പിക്കും, വർദ്ധിപ്പിക്കും ചെയ്തു. കയ്യും മെയ്യും മറന്ന് നൽകുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് അദ്ദേഹത്തിന് സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ഒരു പരീക്ഷണം വന്നു. പക്ഷെ അദ്ദേഹം ആ പരീക്ഷണത്തിൽ പതിതമായില്ല. 40,000 പണത്തിന് തന്റെ വീട് വിറ്റപ്പോൾ അദ്ദേഹത്തിന്റെ ഗോത്രം ബനൂ സുഹ്റയാണ്. ഈ ബനൂ സുഹ്റയിലെ സാധുക്കൾക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇതിൽ നിന്ന് ദാനം ചെയ്തു, ഈ 40,000 പണത്തിൽ നിന്ന്. പിന്നെ മുഹാജിറുകളിലെ ഫുഖറാക്കൾക്ക് അദ്ദേഹം ദാനം ചെയ്തു. മിസ്വർ ഇബ്നു മഖ്റമ അസ്സുഹരി, അബ്ദുറഹ്മാൻ ഔഫിന്റെ കുടുംബക്കാരൻ. ഇതിലൊരു വലിയ അളവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. ഈ 40,000 വലിയൊരളവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക് കൊണ്ടുവരികയാണ്. അതിലൊരു വിഹിതം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ മിസ്വർ ഇബ്നു മഖ്റമയോട് ചോദിക്കുകയാണ്, മിസ്വർ, ഇത് എവിടുന്നാണ്? പറയുന്നത്, ഇത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നിങ്ങൾക്ക് തന്നയച്ചതാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുദൂതരെ ഓർത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അമാ ഇന്നഹു ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അമാ ഇന്നഹു ലാ യഹ്നു അലൈക്കും ഇല്ല സാബിറൂൻ സഖല്ലാഹു അബ്ദുറഹ്മാന മിൻ സൽസബീലിൽ ജന്ന. റസൂലുള്ളാഹി ഫാത്താനിലും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നേരെ അനുകമ്പയോടുകൂടി അനുനയത്തിൽ ക്ഷമാലുക്കൾ മാത്രമാണ് വർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് ജന്നത്തിലെ സൽസബീലിൽ നിന്ന് പാനജലം നൽകട്ടെ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടെ വെച്ച് ദുആ ചെയ്തു എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക്, വിശ്വാസികളുടെ മാതാക്കൾക്ക് വലിയ ഒരു അളവാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ദാനം ചെയ്തത് എന്നുള്ളതാണ് ചരിത്രം.